വെൽക്കം ടു ദിവ്യാസ് പാരഡൈസ്. ഞാനിന്ന് വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ അറിയിക്കാനാണ്. പലരും കമൻ്റ് ഇട്ടിരുന്നു നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാതിരുന്നാൽ അത് എൻ്റെ വ്യൂസിനെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ മുമ്പൊക്കെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ 1 മണിക്കൂറിനകം 1K അതിന് മുകളിലൊക്കെ വ്യൂസ് പോയിക്കൊണ്ടിരുന്നു. ഇപ്പോൾ അത് വളരെ കുറഞ്ഞിരിക്കുകയാണ്. അപ്പം ഞാൻ കുറേ ദിവസമായി ഈ പ്രശ്നം ഇങ്ങനെ തുടങ്ങിയപ്പോൾ അപ്പോൾ ഞാൻ യൂട്യൂബായിട്ട് ഇതിന് ചാറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് യൂട്യൂബിലുള്ള ആൾക്കാർ. അപ്പോൾ 2 തവണ ഞാൻ അവരോട് ഈ പ്രശ്നം നേരിട്ട് പറഞ്ഞു ചാറ്റിലൂടെ. ആ സമയത്ത് അവർ പറഞ്ഞത് ഒരു കാര്യം, അത് വ്യൂവേഴ്സിൻ്റെ ഫോണിൽ സെറ്റിങ്സിലൊരു മാറ്റം വരുത്താൻ. അപ്പോൾ ഞാനതിവിടെ കാണിച്ചു തരാം. വളരെയധികം വ്യൂസ് കുറയുന്നു, ചാനൽ താഴോട്ട് പോകുന്നു. എനിക്ക് ഭയങ്കര, ഞാൻ ആകെ ഡിസപ്പോയിൻറ്റഡാണ് ഇപ്പോൾ അതിൽ, ആകെ ഒരു വിഷമം. അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കുകയാണ്, ഒരു ശ്രമം. അപ്പോൾ നമ്മളെല്ലാവരും നിങ്ങൾ ഈ ഫോൺ എടുക്കുക, ഫോണിൽ യൂട്യൂബ് എടുക്കുക. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ ഈ റൈറ്റ് സൈഡിൽ ഇങ്ങനെ, ഇപ്പോൾ ഇവിടെ എൻ്റെ ചാനലിൻ്റെ പേരാണ് അല്ലേ, ചാനലൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇവിടെ ഇങ്ങനെ കോണ്ടാക്റ്റ് വരുന്ന പോലെ ഒരു ഐക്കൺ കാണും, ഒരാളുടെ തലയൊക്കെയായിട്ട് ഇല്ലേ. ആ ഒരു ഐക്കണിൽ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും ഇല്ലേ, അക്കൗണ്ടാണ് കാണിക്കുക. ഇതിൽ താഴെയുണ്ട് സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ട്, അതിൻ്റെ താഴെ സെറ്റിങ്സ് ഉണ്ട്. ഈ സെറ്റിങ്സിൽ പോവാം. സെറ്റിങ്സിൽ പോകുമ്പോൾ ജനറൽ ഓട്ടോ പ്ലേ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കില്ല, ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ജനറൽ ഓട്ടോ പ്ലേ പറഞ്ഞിട്ട് കാണിക്കും. ഇതിൽ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ, ഈ നോട്ടിഫിക്കേഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊബൈൽ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരും. ഇതിൽ ചാനൽ സെറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് 1, 2, 3 ചാനൽ സെറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. ഈ ചാനൽ സെറ്റിംഗ് തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ചാനലുകളിലൊരു ലിസ്റ്റാണ് വരിക. അപ്പോൾ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ചാനലുകളുടെ ലിസ്റ്റ് ഇങ്ങനെ വരുന്നുണ്ട്. ഇതിൽ എൻ്റെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നിങ്ങളെടുക്കുമ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലിസ്റ്റിൽ എൻ്റെ കാണിക്കും. അപ്പോൾ ഈ ചാനലിൻ്റെ പേരും റൈറ്റ് സൈഡിൽ ബെല്ലൈക്കണാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ബെല്ലൈക്കൺ നമ്മൾ പ്രസ് ചെയ്യുക. ഞാനിപ്പോൾ 1, 2 ചെയ്തിട്ടുണ്ട്. യൂട്യൂബേഴ്സ് കോർണർ മലയാളം എന്നിട്ടുള്ള ചാനൽ ഞാനൊന്ന് പ്രസ് ചെയ്യാണ്. പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ കാണിക്കും. മുകളിൽ ഓൾ വരും, 2ാമത് പേഴ്സണലൈസ്ഡ് എന്ന് വരും, 3ാമത് നൺ എന്ന് പറഞ്ഞിട്ട് ബെല്ലൈക്കൺ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ ഓൾ എന്ന ഓപ്ഷനാണ്. നമ്മൾ മുമ്പേ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, അതിൽ ഓൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യണമെന്ന് പറയില്ലേ, അതുപോലെ തന്നെ ഇതിൽ ഓൾ എന്നുള്ള ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇത് ചെയ്തു വയ്ക്കണം. ഇങ്ങനെ നമ്മൾ മുമ്പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും വിധത്തിൽ അത് ഡിസേബിളായി പോവുകയോ അല്ലെങ്കിൽ ചെയ്യാതെ പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം. അതുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്തു വയ്ക്കാൻ പറയണം. അപ്പോൾ ഇപ്പോൾ പലരും നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് സെർച്ച് ബട്ടണിൽ എൻ്റെ ചാനലിൻ്റെ പേര് ഒക്കെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്തിട്ട് അങ്ങനെയാണ് കാണുന്നത്. അതൊക്കെ എൻ്റെ ചാനൽ ഒത്തിരി ഇഷ്ടമുള്ളവരാണ് അങ്ങനെ കാണാം. പക്ഷേ എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. നോട്ടിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കാണുന്നവരുണ്ടാവും, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോയിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരുപാട് വ്യൂസ് നമുക്ക് നഷ്ടമാവും. അങ്ങനെയാണ് എനിക്കിപ്പോൾ ഒത്തിരി വ്യൂസ് ഈ ഷോർട്ടൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് വ്യൂസ് ഉണ്ടായിരുന്നതാണ്. അത് വളരെയധികം ഒത്തിരി കുറഞ്ഞു. അപ്പോൾ അതിന് കാരണം ഈ നോട്ടിഫിക്കേഷൻ കിട്ടാത്തത് കാരണം തന്നെയാണ്. ഇപ്പോൾ ഒരു ആൻറ്റി പറഞ്ഞു, ഞാനിപ്പോൾ സെർച്ചിൽ പോയിട്ടാണ് മോളുടെ ചാനൽ കാണുന്നത്, നോട്ടിഫിക്കേഷൻ ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇടുന്നത്. നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്തു വെക്കണം. ചെയ്തു വെച്ചാലേ കറക്റ്റായിട്ടുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുമെന്ന് നമുക്ക് നോക്കണം. അങ്ങനെ വരുമ്പോഴേ ഇതിൻ്റെ വ്യൂസ്
കൂടി വരുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ചാനൽ ഒരുപാട് താഴേക്ക് പോകുമ്പോൾ, അതായത് പെട്ടെന്ന് ഞാൻ 2 കൊല്ലമായി ഈ ചാനൽ തുടങ്ങിയിട്ട്. അതിൽ ഒരുപാട്, അതായത് 1.5 കൊല്ലത്തിന് ശേഷമാണ് ഒന്ന് ക്ലിക്കായി വന്നപ്പോൾ അങ്ങനെ പെട്ടെന്ന് എല്ലാം ആയി, മോണിറ്റൈസും ആയി ഒക്കെ വളരെ പെട്ടെന്നായിരുന്നു. അപ്പോൾ ഒത്തിരി സന്തോഷം തോന്നിയിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും അത് താഴേക്ക് പോവാണ്. അപ്പോൾ ഒരുപാട് സങ്കടമുണ്ട്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ്റെ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഫോണിൽ ഈ സെറ്റിങ്സിൽ അതൊന്ന് ചെയ്തു വയ്ക്കൂ. ഞാൻ 2 തവണ യൂട്യൂബിനോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു തന്ന സൊല്യൂഷനാണിത്. അപ്പോൾ നിങ്ങളതൊന്ന് ചെയ്ത് നോക്കണം. എന്നിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ഇത് പറയാനാണ് ഞാൻ വന്നത്. തുടർന്ന് എല്ലാവരും വീഡിയോസൊക്കെ കാണുക. ഞാൻ ഷോർട്സും വ്ളോഗും ഒക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ വീഡിയോസും ഇനി നോട്ടിഫിക്കേഷൻ കിട്ടിയില്ലെങ്കിലും സെർച്ചിൽ പോയിട്ടെങ്കിലും കാണണം കേട്ടോ. സെർച്ചിൽ എൻ്റെ ചാനലിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് എടുത്ത് കാണണം ഇടയ്ക്ക്. അപ്പോൾ ഓക്കെ, എല്ലാവരും സേഫായിട്ടിരിക്കുക. സെറ്റിങ്സിൻ്റെ മറക്കരുത്, അതൊന്ന് ചെയ്യുക എല്ലാവരും. ഓക്കെ, താങ്ക് യു, ബൈ.